ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ വീട്ടിലെ നമ്മുടെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു റെഗുലർ പ്രോസസ്സാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വാട്ടർ ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനകത്ത് വരുന്നത് ചെളിവെള്ളം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ ചെളിവെള്ളം വരുന്നതെന്ന് ആലോചിക്കണം. അതായത് നമുക്ക് ഫിസിക്കലായിട്ട് ടാങ്ക് മാത്രമേ കഴുകാൻ പറ്റുള്ളൂ, കാരണം അതാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടാങ്ക് എല്ലാം വൃത്തിയായിട്ട് കഴുകിയാലും ആദ്യം വരുന്ന വെള്ളം ചെളിവെള്ളം വരാനുള്ള കാരണം നമ്മൾ ടാങ്ക് എല്ലാം എം ടി ആയി കഴിയുമ്പോൾ നമ്മുടെ താഴേക്ക് വരുന്ന എല്ലാ പൈപ്പുകളും ഓക്സിജൻ, നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കയറി നിറയും. അപ്പോൾ ഓക്സിജൻ കയറി പൈപ്പിൽ നിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ ആ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ വെള്ളം ഊർച്ച് വിടുമ്പോഴത്തേക്കും എല്ലാവരും ചെളി വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ പൈപ്പ് ശരിക്കും ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ പൈപ്പ് കഴുകാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഓസോൺ വാതകം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ നോക്കി. ഓസോൺ വാതകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി ഓക്സിഡൈസറാണ്. അതായത് ക്ലോറിനെ അപേക്ഷിച്ച് 3000 ഇരട്ടി പവറുള്ള ഒരു ഓക്സിഡൈസറാണ് ഓസോൺ വാതകം. അപ്പോൾ എൻ്റെ ഒരു ഓസോൺ ജനറേറ്റർ ഉണ്ട്. ഇതാണ് ഓസോൺ ജനറേറ്റർ, ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ടാങ്ക് എല്ലാം എം ടി ആക്കിയിട്ട് എല്ലാ ടാപ്സും ക്ലോസ് ചെയ്തു. അതായത് അടുക്കളയിലുള്ളതും ടോയ്ലറ്റിലുള്ളതും എല്ലാ ടാപ്പും ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്തിയ ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ടാപ്പ് സെലക്ട് ചെയ്യുക. ഞാൻ ടാപ്പ് സെലക്ട് ചെയ്യുന്നത് എൻ്റെ വാഷ്റൂമിലെ ഡൈനിങ് റൂമിലെ ഒരു പൈപ്പാണ്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കംപ്രസർ വഴി നമ്മൾ ഇതുപോലെ ഈ പൈപ്പിലേക്ക് നമ്മൾ എയർ കടത്തുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം എയർ ഉള്ളിലേക്ക് പോകാനാണ് നമ്മൾ ഈ കംപ്രസർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഓസോൺ, ഇതാണ് ഓസോൺ, ഈ നീല പൈപ്പ് വഴിയാണ് ഓസോൺ വരുന്നത്. ഈ ഓസോൺ നമ്മുടെ ഓസോൺ ചെറിയുള്ള ഓസോൺ കൂടി നമ്മൾ ഈ പൈപ്പിലേക്ക് കൊടുക്കും. ഇങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ പൈപ്പും ഫുള്ളായിട്ട് നമുക്ക് ഓസോൺ വാതകം കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അത് ഫില്ല് ചെയ്തൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ സാധാരണ വരുന്നേക്കാളും കൂടുതൽ ചെളി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്ത പരിപാടി വളരെ സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഓസോൺ ജനറേറ്റർ. അതുപോലെ ഇതാണ് ഒരു മിനി കംപ്രസറാണ്. ഈ മിനി കംപ്രസർ വെക്കേണ്ട ഉദ്ദേശം മാക്സിമം എയർ പെട്ടെന്ന് പൈപ്പിലേക്ക് കയറാൻ വേണ്ടിയാണ്. ഈ ഓസോൺ ജനറേറ്റർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓസോൺ അതിലേക്ക് മാക്സിമം പെട്ടെന്ന് കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ കംപ്രസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ഞാൻ നമ്മുടെ ഓസോൺ ജനറേറ്റർ സ്റ്റാർട്ടായി ഒരു 2 മിനിറ്റ്സ് ഡിലേ കഴിയുമ്പോഴത്തേക്കാണ് ഓസോൺ സ്റ്റാർട്ട് ആവുള്ളൂ. കാണിച്ചു തരാം. ഇപ്പോൾ ഓസോൺ സ്റ്റാർട്ട് ചെയ്തു. 10 മിനിറ്റ് ഷെഡ്യൂൾ ആയിട്ടാണ്. ഈ സെയിം ടൈമിൽ ഞാൻ കംപ്രസറോടെ ഓണാക്കാൻ പോകണം. ഇപ്പം ഞാൻ ഡൈനിങ് ടേബിളിലെ പൈപ്പിലാണ് ഞാൻ ഓസോൺ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ കിച്ചണിലെ വാഷ് ഏരിയയാണ്. ഞാൻ ജസ്റ്റ് ഓൺ ആക്കാം. അപ്പോൾ സൗണ്ട് കേൾക്കണോ, ഏതിൽ വരുന്നുണ്ടോ നോക്കാം. കേൾക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അതാ ഓസോൺ വന്നു തുടങ്ങി. ഞാൻ ക്ലോസ് ചെയ്തേ കേട്ടോ. അപ്പോൾ എല്ലാ പൈപ്പിലും ഇങ്ങനെ വരുന്നുണ്ട്, തെളിവാണത്. ഇത് ഞാനിപ്പോൾ ഓസോൺ വാതം കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചെളി കണ്ടോ കേട്ടോ. അപ്പോൾ ഇളകണ്ടേ, ചെളി അളിയാനുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ചെളി കണ്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ അറിയാലോ, കണ്ണുകൾ കാണും, ഇങ്ങനെ അറിയാൻ പറ്റില്ലേ. എന്തായാലും അപ്പോൾ നമ്മുടെ വർക്ക് നമുക്ക് സക്സസ് ആണ്. ഇതിനകത്ത് എയറെല്ലാം വന്നു തുടങ്ങി കേട്ടോ. ഓസോണിൻ്റെ മണം ഇതിനകത്തുണ്ട്. ഓസോൺ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം അഴുക്ക് മാറി വരുന്നുണ്ടോ.